ഏറ്റവും സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ ഫാദർ ജോസ് പാലാട്ടി, മേലടൂർ ഉണ്ണിമിശിഹ പള്ളിയിൽ വികാരിയായി ചുമതലയേറ്റിട്ട് 2 വർഷവും 2 മാസവും തികയുന്ന ദിവസമാണിന്ന്. ഏറെ സന്തോഷത്തോടെയാണ് ഇന്ന് ഞാനിവിടെ ആയിരിക്കുന്നത്. മേലടൂരിൻ്റെ സൗന്ദര്യവും സൗരഭ്യവും സംരക്ഷണവുമെല്ലാം ഉണ്ണീശോയാണ്. ഈ നാട്ടിൽ ജനിച്ചു വളർന്നവരും ഇവിടേക്ക് കടന്നു വന്നിട്ടുള്ളവരുമൊക്കെ ഉണ്ണീശോ എന്ന നാമത്തിൽ ജീവിക്കുന്നവരാണ്. എല്ലാവരുടെയും നെഞ്ചിലേറ്റിയിരിക്കുന്നത് ഉണ്ണീശോയെയാണ്. ജാതി മതഭേദമന്യേ എല്ലാ മനുഷ്യരും, മേലടൂരിലുള്ളവരും ഈ സമീപ പ്രദേശങ്ങളിലുള്ളവരുമൊക്കെ ഉണ്ണീശോയുടെ വലിയ ഭക്തരും ആരാധകരും ഉണ്ണീശോയിൽ വിശ്വാസം അർപ്പിച്ചിരിക്കുന്നവരുമാണ്. ഈ മേലടൂർ ഇടവകയിൽ വികാരിയായിട്ട് ചുമതലയേറ്റ് കഴിഞ്ഞപ്പോൾ ഇവിടുത്തെ ആധ്യാത്മിക ജീവിതത്തിൻ്റെ അവസ്ഥകളിലേക്കൊന്ന് കടന്നു ചെന്നപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത്, ഈ ഇടവക സമൂഹം വിശ്വാസത്തിൽ ആഴപ്പെട്ട പൂർവികരുടെ വലിയ പാരമ്പര്യം നെഞ്ചിലേറ്റിയിരിക്കുന്ന മക്കളുടെ ഒരു പരമ്പര ഇവിടെയും അന്യനാട്ടിലുമൊക്കെ പടർന്നു പന്തലിച്ച് ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലും വൈദികരായിട്ടും പ്രേക്ഷിതരായിട്ടും സമർപ്പിതരായിട്ടും അൽമായ ശുശ്രൂഷകരായിട്ടുമൊക്കെ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലും ഒത്തിരിയേറെ പേര് ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ഇടവകയിൽ 750ഓളം നമ്മുടെ കത്തോലിക്ക കുടുംബങ്ങൾ ഇവിടെ അധിവസിക്കുന്നുണ്ട്. ഒത്തിരിയേറെ പേര് വിദേശ രാജ്യങ്ങളിൽ ജോലിക്കായിട്ടും അതുപോലെ തന്നെ ശുശ്രൂഷകൾക്കായിട്ടും പോയിരിക്കുന്ന മക്കളുണ്ട്. എല്ലാ വൈദികരെയും എല്ലാ സമർപ്പിതരെയും അതുപോലെ തന്നെ അൽമായ ശുശ്രൂഷകരെയും ഈ അവസരത്തിൽ നന്ദിയോടെ സ്മരിക്കുകയാണ്. ഈ പോപ്പുലർ മിഷൻ ധ്യാനത്തിലേക്ക് കടന്നു വരാനായിട്ട് ഈ ഇടവക സമൂഹം ഈ നാൾ വരെ ഒരുങ്ങുകയായിരുന്നു. എല്ലാ മാസത്തിൻ്റെയും 2ാം ശനിയാഴ്ചകളിൽ വൈകിട്ട് 5 മണി മുതൽ 9 മണി വരെ വചനാഭിഷേക സായാഹ്നം നടത്തുകയും അനുരഞ്ജന കുദാശ പരികർമ്മം ചെയ്യുകയും ദിവബലി അർപ്പിച്ച് വചന പ്രഘോഷണത്തിലൂടെ ഈ മക്കൾ ഒരുങ്ങുകയായിരുന്നു. അതുപോലെ തന്നെ എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 10:30 മണി മുതൽ 12:30 മണി വരെയുള്ള സമയം ഉണ്ണീശോയ്ക്ക് വേണ്ടി പ്രത്യേകം സമർപ്പിതമായിരിക്കുന്ന സമയമാണ്. ദിവബലി അർപ്പണവും നൊവേനയും ലതീഞ്ഞും പ്രാർത്ഥനയും. നാനാജാതി മതസ്ഥരായ ഒത്തിരി മക്കൾ ഈ ഇടവക സമൂഹത്തിലേക്ക് വരികയാണ്. ഉണ്ണീശോയുടെ സന്നിധിയിൽ അഭയം തേടി കടന്നു വരുന്ന എല്ലാ മക്കളുടെയും വലിയൊരു വിശ്വാസത്തിൻ്റെ പ്രഘോഷണമാണ് വിൻസെൻഷൻ വൈദികരുടെ നേതൃത്വത്തിൽ ഈ പോപ്പുലർ മിഷൻ ധ്യാനം. യേശുവിന്റെ പിന്നാലെ അടിവച്ചണിയായി യേശുവിന്റെ പിന്നാലെ പോവുക നാം യേശുവിന്റെ പിന്നാലെ സ്നേഹത്തിന്റെ പതാകയുമേന്തി യേശുവിന്റെ പിന്നാലെ പോവുക നാം യേശുവിന്റെ പിന്നാലെ വിശ്വാസത്തിൻ ദീപവുമേന്തി യേശുവിന്റെ പിന്നാലെ. എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, യുവതി യുവാക്കളെ, പ്രിയ കുഞ്ഞുമക്കളെ, ഉണ്ണിമിശിഹായുടെ ഇടവക ഇന്ന് ദൈവാനുഗ്രഹത്താൽ നിറഞ്ഞിരിക്കുക. പരിശുദ്ധ അമ്മ എലീശോ അമ്മയെ സന്ദർശിക്കുവാനായിട്ട് വന്നപ്പോൾ, എലീശോ അമ്മ ഗർഭിണിയാണെന്ന് കേട്ടപ്പോൾ ദീർഘദൂരം യാത്ര ചെയ്ത് അമ്മ എലീശോ അമ്മയെ സന്ദർശിക്കാനായിട്ട് വന്നപ്പോൾ എലീശോയുടെ ഉദരത്തിലുള്ള ശിശു ആത്മാവിനാൽ നിറഞ്ഞ് തദവസരത്തിൽ എലീശോമ്മ പറഞ്ഞ വാക്കുകളുണ്ട്.
ദൈവം അരുൾ ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവള് ഭാഗ്യവതി. ദൈവം അരുൾ ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവള് ഭാഗ്യവതി. ദൈവത്തിൻ്റെ അരുളപ്പാടുകളോട് ക്രിയാത്മകമായിട്ട് പ്രതികരിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതങ്ങളൊക്കെ ആത്മീയ ചൈതന്യമുള്ള ജീവിതങ്ങളാണ് എന്ന് പറയാനായിട്ട് കഴിയുക. ഈശോ മിശിഹായ്ക്ക് ഇന്ന് ഭൗതികവൽക്കരണത്തിൻ്റെ എല്ലാ സ്വാധീനങ്ങളും എല്ലാ തലങ്ങളും ഉണ്ട്. കമ്പോള സംസ്കാരത്തിൻ്റെയും ആഗോളവൽക്കരണത്തിൻ്റെയും ഒക്കെ ഈ കാലഘട്ടത്തിൽ സോഷ്യൽ മീഡിയയിലൂടെയും ചാനലിലൂടെയും വാർത്താമാധ്യമങ്ങളിലൂടെയും ഒക്കെ ഇന്ന് പ്രചരിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. ഒരു ഭൗതികമായിട്ടുള്ള സംസ്കാരത്തെ ആട്ടിയുറപ്പിക്കാനുള്ള നിതാന്തമായിട്ടുള്ള പരിശ്രമം. ആ പരിശ്രമത്തിൻ്റെ മധ്യത്തിലാണ് ഈ പോപ്പുലർ മിഷൻ ധ്യാനമൊക്കെ നടന്ന് അതിൻ്റെ ചൈതന്യത്തിൽ അവിടുന്ന് യേശു തമ്പുരാൻ നമ്മോട് പറയുന്ന ചൈതന്യം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുവാൻ ദൃഢപ്രതിജ്ഞയെടുത്ത് ഇവിടെ ആയിരിക്കുന്നത്. പരിശുദ്ധ അമ്മ പരിചാരകരോട് പറഞ്ഞത് അവൻ പറയുന്നു പോലെ ചെയ്യുക. തീർച്ചയായിട്ടും ആ പരിചാരകർ കരുതിയിട്ടുണ്ടാവും, ഈ വെള്ളമൊക്കെ നിറയ്ക്കാൻ, കൽഭരണികളിൽ വെള്ളം നിറയ്ക്കാൻ പറഞ്ഞപ്പോൾ അവർ കരുതിയിട്ടുണ്ടാവും ഇത് എന്തു മണ്ടത്തരമാണ് ഇവിടെ പറയുന്നത്. വീഞ്ഞെല്ലാം തീർന്ന് കൽഭരണികളൊക്കെ കാലിയായിട്ട് നിൽക്കുമ്പോൾ ഇനി അതിൽ വെള്ളം നിറച്ചുകൊണ്ട് എന്താ ഉപകാരം എന്നവർ കരുതിയിട്ടുണ്ടാവും. പക്ഷേ അമ്മയുടെ വാക്കുകൾ ശ്രവിച്ചുകൊണ്ട് ആ പരിചാരകർ യേശു പറഞ്ഞത് അതുപോലെ അനുവർത്തിച്ചു. കുറവുകളെ നിറവുകളാക്കാൻ കരുത്തുള്ളവൻ നമ്മോടൊപ്പമുണ്ട് എന്നുള്ള ആ ബോധ്യമാണ് നമ്മുടെ ജീവിതത്തെ നയിക്കേണ്ടത്. ഏത് പ്രതികൂല സാഹചര്യങ്ങളുടെ മധ്യത്തിലും കുറവുകളെ നിറവുകളാക്കാൻ കരുത്തുള്ളവൻ നമ്മുടെ കൂടെയുണ്ട്. പരിശുദ്ധ അമ്മയുടെ വാക്കുകൾ ഇന്ന് നമ്മോടും പറയുന്നത് അവൻ പറയുന്നത് പോലെ ചെയ്യണം. അത് നാശത്തിലേക്കുള്ള വഴിയല്ല, അധപതനത്തിലേക്കുള്ള വഴിയല്ല, മറിച്ച് അത് രക്ഷയിലേക്കുള്ള വഴിയാണ്. ആ രക്ഷയിലേക്കുള്ള വഴിയിലേക്കാണ് നമ്മ എല്ലാവരെയും വിളിച്ചിരിക്കുന്നത്. പത്രോസ്ലിയുടെ ലേഖനത്തിൽ 5-ാം അധ്യായത്തിൽ 6-ാം വാക്യത്തിൽ നമ്മോട് പറയുന്നുണ്ട്, കർത്താവിൻ്റെ ശക്തമായിട്ടുള്ള കരത്തിൻ നിങ്ങൾ താഴ്മയോടെ നിൽക്കുക, അവിടുന്ന് തക്ക സമയത്ത് നമ്മെ ഉയർത്തിക്കൊള്ളും. നമ്മുടെ ഉത്കണ്ഠകളെല്ലാം അവിടുത്തേക്ക് സമർപ്പിക്കുക, അവിടുന്ന് നമ്മുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. ഈ അടിയുറച്ച ബോധ്യം അതാണ് ആത്മീയ ജീവിതത്തിൻ്റെ അടിത്തറ എന്ന് പറയുന്നത്. അതാണ് ഏലീശോ അമ്മ പരിശുദ്ധ അമ്മയെക്കുറിച്ച് പറഞ്ഞത്. ദൈവം അരുൾ ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവള് ഭാഗ്യവതി. അമ്മ നമ്മോടും പറയുന്നതാണ് അവൻ പറയുന്നു പോലെ ചെയ്യുക. 2025 നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ മനുഷ്യാവതാരത്തിൻ്റെ ജൂബിലി വർഷത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുക. 2025 ജൂബിലി. ഈ 2024 പ്രാർത്ഥനാ വർഷമായിട്ട് പ്രഖ്യാപിക്കുവാൻ ഫ്രാൻസിസ് മാർപ്പാപ്പ എല്ലാവരോടും ആഹ്വാനം ചെയ്തിരിക്കുക. അതിൻ്റെ ചൈതന്യം ഉൾക്കൊണ്ടുകൊണ്ടാണ് നിങ്ങളും ഈ പോപ്പുലർ മിഷൻ ധ്യാനമൊക്കെ നടത്തി ഒരു പ്രാർത്ഥനാ നിർഭരമായിട്ട് പ്രാർത്ഥനാ ചൈതന്യത്തിൽ മേലൂർ ഇടവക മുഴുവനും ഒന്നിച്ചു കൂടിയിരിക്കും. ഈ ജൂബിലി വർഷത്തിൻ്റെ ആപ്തവാക്യമെന്ന് പറയുന്നത് പ്രത്യാശയുടെ തീർത്ഥാടകർ.
പിൽഗ്രിംസ് ഓഫ് ഹോപ്പ്. റോമക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ 5-ാം അധ്യായത്തിൽ 5-ാം വാക്യത്തിൽ അപ്പസ്തോലൻ ഓർമ്മിപ്പിക്കുന്നുണ്ട്, പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല. ആ പ്രത്യാശയോടുകൂടിയാണ് നമ്മുടെ ജീവിതങ്ങൾ ക്രമീകരിക്കേണ്ടത്. അങ്ങനെ ആ പ്രത്യാശയുടെ സാക്ഷ്യം വഹിക്കാനായിട്ട് വിളിക്കപ്പെട്ടവരാണ് നമുക്ക്. ഈ യുവജന വർഷമായിട്ടും ഈ 2024 പ്രഖ്യാപിച്ചിട്ടുണ്ട്. യുവജന വർഷത്തിൻ്റെ ആപ്തവാക്യം എടുത്തിരിക്കുന്നത് കരളിൽ നല്ല കനൽ, കാലിൽ നല്ല ചിറക്, കണ്ണിൽ നല്ല കനിവ്. തുടർന്ന് കൂട്ടിച്ചേർക്കുകയാണ്, കയ്യിൽ നല്ല നന്മ, നാവിൽ നല്ല സത്യം. പ്രത്യാശയുടെ തീർത്ഥാടകരായിട്ട് വർത്തിക്കുവാൻ നമ്മോട് ആവശ്യപ്പെടുമ്പോൾ ഈ കരളിലുള്ള കനല്, ദൈവസ്നേഹത്തിൻ്റെ കനല് എരിഞ്ഞുകൊണ്ടിരിക്കണം. ഉത്തരവാദിത്വങ്ങൾ വിശ്വസ്തയോടുകൂടെ നിർവഹിക്കാനുള്ള കാലിൽ നല്ല അഗ്നിച്ചിറകുകൾ, അപരനോട് ആർദ്രതയോടെ പെരുമാറാനായിട്ട് കണ്ണിൽ നല്ല കനിവ്, മറ്റുള്ളവർക്ക് തിന്മ ചെയ്യാതെ നന്മയുടെ വക്താക്കളാവാൻ കയ്യിൽ നല്ല നന്മ, ആത്മാർത്ഥതയുടെ ചൈതന്യം പ്രകടമാക്കാൻ നാവിൽ നല്ല സത്യം. അപ്പോൾ നമുക്കും പ്രത്യാശയുടെ തീർത്ഥാടകരായിട്ട് വർത്തിക്കാനായിട്ട് കഴിയും. ഇവിടെ നിങ്ങളോട് 5 കാര്യങ്ങൾ ഒന്ന് ഓർമ്മിപ്പിക്കാനും കൂടിയാണ് ഞാൻ ഈ സന്ദേശം ആഗ്രഹിക്കുന്നത്. നിങ്ങൾ ഈ പോപ്പുലർ മിഷൻ ധ്യാനത്തിൽ ഇതൊക്കെ ചിന്തിച്ചിട്ടുണ്ടാവും. അപ്പോൾ അത് ചിന്തിച്ച കാര്യങ്ങൾ ഒന്ന് കൂട്ടത്തിൽ ഞാനൊന്ന് അടിവരയിട്ട് പറയുന്നു എന്നുള്ളൂ. നിങ്ങൾക്കറിയാത്ത കാര്യങ്ങളൊന്നും ആകില്ല എന്ന് എനിക്കറിയാം. ഒന്നാമത്തെ കാര്യം, ഞാനിവിടെ നോക്കുമ്പോൾ മേലടൂർ ഇടവക എനിക്ക് വലിയ സന്തോഷമുള്ള ഇടവക. നല്ല വിചാരിച്ചതിനെ നമുക്ക് കിട്ടിയിരിക്കണം. ജോസച്ചൻ നല്ലൊരു അജപാലകൻ, തീഷ്ണത കൊണ്ട് എരിയുന്ന വ്യക്തി. ഞങ്ങൾ ഒരുമിച്ച് സെമിനാരിയിൽ ഏതാനും വർഷങ്ങൾ അച്ഛൻ റെക്ടറായിട്ട് ഞാൻ വൈസ് റെക്ടറായിട്ട് സേവനം ചെയ്തിട്ടുണ്ട്. വിവിധങ്ങളായിട്ടുള്ള അവസരങ്ങളിൽ വികാരിയായിരിക്കുമ്പോഴും രൂപതയിലെ വിവിധങ്ങളായിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുമ്പോഴും ഞാനൊക്കെ വലിയ സന്തോഷത്തോടുകൂടെ അച്ഛൻ്റെ പ്രവർത്തന ശൈലിയൊക്കെ ഞാൻ നോക്കി കണ്ടിട്ടുണ്ട്. അവിടെയൊക്കെ തീഷ്ണതയിൽ എരിയുന്ന, തീഷ്ണതയിൽ മാന്യം കൂടാതെ ആത്മാവി ജ്വലിക്കുന്നവനായിട്ട് കർത്താവിനെ ശുശ്രൂഷ ചെയ്യാൻ അപ്പസ്തോലൻ ഓർമ്മിപ്പിച്ചത് ജീവിതത്തോടെ പ്രകടമാക്കുന്ന വ്യക്തിത്വം. എനിക്ക് നിങ്ങളോട് മേലടൂർ ഇടവക്കാരോട് പറയാനുള്ളത്, പരമ്പരാഗതമായിട്ട് നമ്മുടെ കുടുംബങ്ങളിൽ നിലനിരുന്ന ഒരു ആത്മീയ ചൈതന്യമുണ്ട്. അത് നമുക്ക് ആഴപ്പെടുത്തണം. ആ ആത്മീയ ചൈതന്യം നമുക്ക് ആഴപ്പെടുത്തണം. അത് കൈമോശം വരരുത്. വണക്കമാസം, മാതാവിൻ്റെ വണക്കമാസത്തിൽ ഇതിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ നല്ല മാതാവിൻ്റെ പാട്ട് എത്രയോ ഉച്ചത്തിൽ കേട്ടിരുന്ന കാര്യങ്ങളൊക്കെ ഇപ്പോഴും ഓർക്കുക. കൊന്തമാസത്തിൽ ഉച്ചത്തിൽ ജപമാല ചൊല്ലുന്നതൊക്കെ ഈ മേലടൂർ ഇടവകയുടെയൊക്കെ പ്രത്യേകതകളാണ്. ഉണ്ണിമിശിഹായുടെ ദേവാലയത്തിൽ നൊവേന പ്രാർത്ഥനകൾക്കായിട്ട്, കുർബാനയ്ക്കായിട്ട്, ആരാധനയ്ക്കായിട്ട് തടിച്ചുകൂടുന്നവരുടെ ചിന്ത. ഇവിടെ പുതിയ തലമുറയിലേക്ക് വരുന്ന നമ്മുടെ യുവാക്കളെ, പുതിയ തലമുറയിലേക്ക് വരുന്ന നമ്മുടെ കൊച്ചുമക്കളെ ആത്മീയ ചൈതന്യത്തിൽ നിലനിർത്താൻ നമ്മുടെ മാതാപിതാക്കൾ
ജാഗ്രതയോടുകൂടെ പ്രചോദിപ്പിക്കണം. കുടുംബ പ്രാർത്ഥനയില്ലാത്ത ഒരു കുടുംബവും നമ്മുടെ ഇടവകയിൽ ഉണ്ടാകാൻ പാടില്ല. സായാഹ്നത്തിൽ ഒന്നിച്ചുകൂടി ജപമാല ചൊല്ലുന്ന കുടുംബങ്ങളായിരിക്കണം നമ്മുടെ എല്ലാ കുടുംബങ്ങളും. ആ കൊന്ത ചെല്ലുന്ന സമയത്ത് ഈ ചുണ്ണാമ്പ് തേക്കാൻ ആരും പോകരുത്. ഈ ചെവിയിൽ ഇതും വെച്ചിട്ട് ഓടരുത്. ഇപ്പം ഇനി ഇത് വെക്കണ്ട, ഒക്കെ ഹെഡ്ഫോൺ വെച്ചിട്ട് നടക്കുന്നത് കാണാം. അത് വേണ്ട, അതൊക്കെ ഒന്ന് അടച്ച്, ആ പെട്ടിയൊക്കെ ഒന്ന് അടച്ചു വയ്ക്കുക. ഒന്നിച്ച് പ്രാർത്ഥിക്കുന്ന കുടുംബം ഒന്നിച്ച് ജീവിക്കും. ആരാധന 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 സ്വരമുയർത്തി ആരാധന 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 കരങ്ങൾ കൂപ്പി ആരാധന 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 പരിശുദ്ധ പരമാദിവികാരുണ്ണീശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈ ദിവസങ്ങളിൽ വചനത്താൽ എന്നെ അനുഗ്രഹിച്ച പരിശുദ്ധ പരമാദിവികാരുണ്ണീശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇടവക കൂട്ടായ്മയോട് ചേർന്നുകൊണ്ട് നൽകപ്പെടുന്ന സ്നേഹത്തിനും സമാധാനത്തിനും നന്ദി പറഞ്ഞുകൊണ്ട് പരിശുദ്ധ പരമാദിവികാരുണ്ണീശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. ദൈവത്തിന് മുമ്പിൽ നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുകയാണ്. കരങ്ങൾ കൂപ്പി കണ്ണടച്ച് പ്രാർത്ഥിച്ചേ. അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും നോക്കേണ്ട. വ്യക്തിപരമായ ഒരു അഭിഷേകത്തിന് വേണ്ടി നമ്മൾ ആഗ്രഹിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞായറാഴ്ച ആരംഭിച്ച ശുശ്രൂഷയിൽ ഇതാ രാവിലെയും വൈകുന്നേരമൊക്കെയായി വളരെയേറെ ത്യാഗം ഏറ്റെടുത്താണ് നമ്മൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തത്. കരങ്ങൾ കൂപ്പി കണ്ണടച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഇന്ന് നിന്റെ ജീവിതത്തിൽ നിലനിൽക്കേണ്ട ചില മേഖലകളുണ്ട്, സമാധാനത്തിൻ്റെ മേഖലകളുണ്ട്. ചില തീരുമാനങ്ങൾ നമ്മളെല്ലാവരും എടുത്തിട്ടുണ്ട്. ഈ സമയം ആ തീരുമാനങ്ങളെല്ലാം സർവശക്തനായ ദൈവത്തിന് മുമ്പിൽ സമർപ്പിക്കുക. മുമ്പോട്ടുള്ള വഴികളിൽ ആത്മീയമായി ബലപ്പെട്ട് ജീവിക്കാൻ അങ്ങയുടെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവിന് എനിക്ക് വേണം. പരിശുദ്ധാത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കുക. മറ്റൊന്നിനു വേണ്ടിയും പ്രാർത്ഥിക്കേണ്ട, പരിശുദ്ധാത്മാവിന് വേണ്ടി മാത്രം പ്രാർത്ഥിക്കുക. കണ്ണടച്ച് കരങ്ങൾ കൂപ്പി പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ എന്ന് ആവർത്തിച്ച് ഉള്ളിൻ്റെ ഉള്ളിൽ പറയുക. നമ്മൾ യേശുവേ എന്ന് വിളിക്കുന്നത് പോലെ തന്നെ വിളിച്ചു പ്രാർത്ഥിക്കേണ്ട ഒരു നാമമാണ് പരിശുദ്ധാത്മാവ്. കാരണം പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാണ്. പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ എന്ന് ആഗ്രഹിച്ച് ആവർത്തിച്ച് ഉള്ളിൻ്റെ ഉള്ളിൽ ആ പ്രാർത്ഥന ഉയരട്ടെ. പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ. എല്ലാവരും കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പി അതിങ്ങനെ ആവർത്തിച്ച് പറഞ്ഞ് പരിശുദ്ധാത്മാവേ 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 പരിശുദ്ധാത്മാവേ. ആവർത്തിച്ച് പ്രാർത്ഥിക്കുക. ആവർത്തിച്ച് പ്രാർത്ഥിക്കുക. പരിശുദ്ധാത്മാവേ എന്ന് വിളിക്കുമ്പോൾ നിന്റെ ശിരസ് മുതൽ ഉള്ളംകാല് വരെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി വ്യാപരിക്കുകയാണ്. നീ പോലും അറിയാതെ നിന്റെ ശരീരത്തിന്റെ നിയന്ത്രണം പരിശുദ്ധാത്മാവ് ഏറ്റെടുക്കുകയാണ്. നിന്റെ രക്തക്കുഴലുകളിലൂടെ ഇതാ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാണ് പ്രവഹിക്കുന്നത്. നിന്റെ നാഡീ ഞരമ്പുകളിൽ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകമാണ് കടന്നു ചെല്ലുന്നത്. നിന്റെ ശരീരത്തിലെ രോഗഗ്രസ്തമായ ശരീരഭാഗങ്ങളിലേക്ക് പരിശുദ്ധാത്മാവിന്റെ ശക്തിയാണ് കടന്നു ചെല്ലുന്നത്. കണ്ണുകളടച്ച് പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുക. മറ്റൊന്നിനു വേണ്ടിയും ദാഹിക്കണ്ട, പരിശുദ്ധാത്മാവിന് വേണ്ടി ദാഹിക്കുക. പരിശുദ്ധാത്മാവിനെ കിട്ടിയാൽ ബാക്കിയെല്ലാം അതിൻ്റെ കൂടെ ചേർക്കപ്പെടും. ഈ നിമിഷം ആഗ്രഹിച്ച് പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ എന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കട്ടെ. സാധിക്കുമെങ്കിൽ 2 കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ചേ.
നന്നായിട്ട് ഉയർത്തിപ്പിടിച്ച്, കരങ്ങൾ ഉയർത്തിപ്പിടിച്ച്, കണ്ണുകളടച്ച് പരിശുദ്ധാത്മാവേ എന്ന് നാവ് തുറന്നൊന്ന് വിളിച്ച്, പരിശുദ്ധാത്മാവേ എന്ന് വിളിച്ച്, പരിശുദ്ധാത്മാവേ എന്ന് വിളിച്ച് സ്വരം ഉയർത്തി വിളിക്കട്ടെ. നാവിന്റെ കെട്ടുകൾ അഴിയട്ടെ, അസ്വസ്ഥതകൾ മാറട്ടെ, ലഭിക്കപ്പെട്ട അഭിഷേകം ജ്വലിപ്പിക്കപ്പെടട്ടെ. ഒരു പുതിയ പന്തക്കുസ്ത ദൈവജനത്തിന്റെ മേൽ ഒഴുകി ഇറങ്ങട്ടെ. ആദിമ ക്രൈസ്തവ സമൂഹത്തിൽ വ്യാപരിച്ച പരിശുദ്ധാത്മ ശക്തി, അപ്പസ്തോല പ്രവർത്തന പുസ്തകത്തിൽ എഴുതപ്പെട്ടിരിക്കുന്ന അഭിഷേകത്തിന്റെ ആത്മാവ് ഈ സമയം ദൈവജനത്തിന്റെ മേൽ അഗ്നിയായും കൊടുങ്കാറ്റായും വ്യാപരിക്കുന്ന സമയം. പോരാ പോരാ പോരാ, കരങ്ങൾ ഉയർത്തിപ്പിടിച്ച്, നിവർത്തി ഉയർത്തിപ്പിടിച്ച് പരിശുദ്ധാത്മാവേ എന്ന് വിളിക്കട്ടെ, വിളിക്കട്ടെ, വിളിക്കട്ടെ. പരിശുദ്ധാത്മാവേ എന്ന് വിളിക്കട്ടെ, പരിശുദ്ധാത്മാവേ എന്ന് വിളിക്കട്ടെ, പരിശുദ്ധാത്മാവേ എന്ന് വിളിക്കട്ടെ. ശക്തി, ബലം, അഭിഷേകം ഓ പരിശുദ്ധാത്മാവേ ചൊരിയട്ടെ, പരിശുദ്ധാത്മാവേ ചൊരിയണമേ. ശക്തി, ബലം, അഭിഷേകം ഓ ദൈവത്തിന്റെ ആത്മാവ്, ദൈവത്തിന്റെ ആത്മാവ് ദൈവജനത്തിന്റെ മേൽ അത്ഭുതകരമായിട്ട് വ്യാപരിക്കുന്ന സമയം. ആമേൻ. കൈകൾ അടിച്ച് സന്തോഷത്തോടെ എല്ലാവരും നന്നായിട്ട് കൈയടിച്ചേ. പോരാ, നല്ല കൈയടി. പരിശുദ്ധാത്മാവേ ശക്തി, ശക്തി പകർന്നിടണേ. ആമേൻ, ആമേൻ. പരിശുദ്ധാത്മാവേ ശക്തി, ശക്തി പകർന്നിടണേ. അവിടുത്തെ ബലം ഞങ്ങൾക്ക് ആവശ്യമെന്ന് കർത്താവേ, കർത്താവേ നീ അറിയുന്നു. അവിടുത്തെ ബലം, അവിടുത്തെ ബലം ഞങ്ങൾക്ക് ആവശ്യമെന്ന് കർത്താവേ നീ അറിയുന്നു. കരങ്ങൾ ഉയർത്തി കൈയടിച്ച്. പരിശുദ്ധാത്മാവേ ശക്തി, ശക്തി പകർന്നിടണേ. ആമേൻ. പരിശുദ്ധാത്മാവേ ശക്തി, ശക്തി പകർന്നിടണേ. രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ഈശോയെ എന്ന് വിളിച്ച്, അവാപിതാവേ എന്ന് വിളിച്ച്, പരിശുദ്ധാത്മാവേ എന്ന് വിളിച്ച്. ആമേൻ. ദൈവത്തിന്റെ ആത്മാവ് വെളിപ്പെടട്ടെ, 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 വെളിപ്പെടട്ടെ. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. എൻ്റെ പേര് ബൈജു പീറ്റർ. ഇൻഫൻറ്റ് ജീസസ് ചർച്ചിലെ കേന്ദ്ര സമിതി പ്രസിഡൻ്റാണ്. പ്രത്യേകിച്ചും പോപ്പുലർ മിഷൻ ധ്യാനത്തിൻ്റെ ജനറൽ കൺവീനറാണ്. പോപ്പുലർ മിഷൻ ധ്യാനത്തെക്കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ വലിയൊരു ആത്മീയ ഉണർവാണ് നമ്മുടെ മേലടൂർ ഇടവകയെ സംബന്ധിച്ചോളം നമുക്ക് കൈവന്നിരിക്കുന്നത്. പ്രത്യേകിച്ചും നമ്മുടെ ജോജോ അച്ഛൻ്റെയും തോമസ് അച്ഛൻ്റെയും നേതൃത്വത്തിൽ നടന്ന വലിയൊരു ആത്മീയ ശുശ്രൂഷയാണ് നമ്മുടെ ഇടവകയിൽ നടന്നത്. അതിലൂടെ ഒത്തിരി കുടുംബങ്ങൾക്ക്, അതായത് ഇടവകയിലെ എല്ലാ ജനങ്ങൾക്കും ആത്മീയമായിട്ടൊരു പുത്തൻ ഉണർവ് സമ്മാനിക്കാനായിട്ട്, നൽകാനായിട്ട്, വിശ്വാസത്തിലേക്ക് കൂടുതൽ ഉറപ്പിക്കുന്നതിനും അതുപോലെ തന്നെ കുടുംബങ്ങളുടെ നവീകരണത്തിനായിട്ട്, പ്രത്യേകിച്ചും യുവജനങ്ങളുടെ കടന്നുവരവിന് ആത്മീയമായിട്ടുള്ള ആ ഉണർവിനും ഇത് വളരെ ഫലപ്രദമായിട്ടുണ്ട്. നമ്മുടെ വികാരിയച്ഛൻ്റെ, മേലടൂർ ഇടവകയുടെ വികാരിയച്ഛനായ ജോസ് പാലാട്ടി അച്ഛൻ്റെയും കൊച്ചച്ഛനായ സെബാസ്റ്റ്യൻ അച്ഛൻ്റെയും നേതൃത്വത്തിലാണ് ഈ ആത്മീയ ശുശ്രൂഷകൾക്കെല്ലാം നേതൃത്വം നൽകപ്പെട്ടതും നടന്നതും. അതുപോലെ തന്നെ ഇതിനു മുന്നോടിയായിട്ട് ഹോളി ഫാമിലി സിസ്റ്റേഴ്സിൻ്റെ നേതൃത്വത്തിൽ വലിയ ഒരു ഹോം മിഷൻ ഇടവക തലത്തിൽ എല്ലാ യൂണിറ്റ് തലത്തിലും നടന്നിരുന്നു. 16 യൂണിറ്റുകളിലും അതിനോടനുബന്ധിച്ച് ദിവ്യകാരുണ്യ ആരാധന നടന്നിരുന്നു. ഈ ദിവ്യകാരുണ്യ ആരാധന ഒരുക്കവും അതുപോലെ തന്നെ പോപ്പുലർ മിഷൻ ധ്യാനത്തിൻ്റെ ആ ജോർജച്ചൻ്റെ നേതൃത്വത്തിലുള്ള ആ ആത്മീയ ശുശ്രൂഷയും വഴി ഇടവക ജനം ഒരു പുത്തൻ ആത്മവിശ്വാസത്തിലേക്കും ജീവിതത്തിൻ്റെ നവീകരണത്തിലേക്കും കടന്നു വന്നു. ഈ നവീകരണം തുടർന്നും മറ്റു മക്കളിലേക്കും
അവസാനം വരെ, അതായത് ജീവിതത്തിൻ്റെ ഓരോ ഘട്ടങ്ങളിലും വളരെ ആത്മീയ ശക്തിയാണ് നമ്മുടെ ഇടവചനത്തിന് സമ്മാനിച്ചിരിക്കുന്നത്. ആ അനുഗ്രഹം എപ്പോഴും ഉണ്ടായിരിക്കും. പരിശുദ്ധ ഉണ്ണീശോ ഈ കാര്യങ്ങളിലെല്ലാം നമ്മുടെ ഇടവചനത്തിൻ്റെ കൂടെയുണ്ടാകും. ആ വിശ്വാസത്തിൽ ഏറ്റുപറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ഇതുമായി സംബന്ധിച്ച് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ഒത്തിരി മക്കളുണ്ട്. ആരുടെയും പേരുകൾ എടുത്ത് പറയുന്നില്ല, കാരണം ഒത്തിരി മക്കളുണ്ട്. ഓരോ മക്കളും യൂണിറ്റ് പ്രസിഡന്റുമാർ തൊട്ട് സംഘടനാ പ്രസിഡന്റുമാർ തൊട്ട് മറ്റെല്ലാ ഇടവക ശുശ്രൂഷികൾ, കൈക്കാരന്മാർ, നമ്മുടെ പോപ്പുലർ മിഷൻ ധ്യാനത്തിൻ്റെ കൺവീനർമാർ തൊട്ട് ഒത്തിരി മക്കൾ ഇതിൻ്റെ പിന്നിൽ അശ്രാന്തം പരിശ്രമിച്ചിട്ടുണ്ട്. അവർക്കെല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് എല്ലാവരെയും പരിശുദ്ധ ഉണ്ണീശോ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. എൻ്റെ പേര് ഡെന്നി ആൻ്റണി. നമ്മുടെ 2ാം സോണിൻ്റെ കൺവീനറാണ്. ഇന്ന് ഈ ഇടവകയ്ക്ക് ഏറ്റവും അനിവാര്യമായ ഒരു സംഭവമാണ് നമ്മളിവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഈ പോപ്പുലർ മിഷൻ ധ്യാനം. നമ്മുടെ ഇടവകയെ നവീകരിക്കാൻ വേണ്ടി തന്നെയാണ് ഏറ്റവും അടുത്ത ദിവസങ്ങളിൽ 20 മുതൽ 25 തീയതി വരെ നമ്മുടെ ഈ ഇടവകയിൽ നടത്തപ്പെട്ട പോപ്പുലർ മിഷൻ ധ്യാനം ഒത്തിരിയേറെ മക്കൾക്ക് പ്രയോജനം ഏകിയിട്ടുണ്ടെന്നുള്ളത് ഒരു സംശയമില്ലാത്ത കാര്യമാണ്. പ്രത്യേകിച്ച് നമ്മുടെ ഈ പോപ്പുലർ മിഷൻ ധ്യാനം നയിക്കാൻ വേണ്ടി എത്തിച്ചേർന്ന വിൻസെൻഷൻ സഭ അച്ഛന്മാരെ ഏറ്റവും സ്നേഹത്തോടെ ഞാൻ നന്ദിയോടെ ഓർക്കുകയാണ് ഈ അവസരത്തിൽ. വളരെയേറെ ഭംഗിയായിട്ടാണ് അവർ നമ്മളുടെ ഓരോ മക്കളെയും അവതരിപ്പിച്ച് കാണിച്ചത്. കുടുംബ നവീകരണത്തിനും മക്കളുടെ നവീകരണത്തിനും ഈ ഇടവകയുടെ തന്നെ നവീകരണത്തിനും ഒത്തിരിയേറെ പ്രചോദനമായി എന്ന് എനിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് ഈ ഒരു ധ്യാനത്തിലൂടെ. ഇനിയും തുടർന്നുള്ള ദിവസങ്ങളിൽ ഇവരുടെ ഈ ധ്യാനത്തിലൂടെ നടന്നു പോകട്ടെ, വളർന്നു വരട്ടെ. അവർക്ക് ലഭിക്കപ്പെട്ട ഈ അനുഗ്രഹങ്ങൾ വളരെയേറെ മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും, ഇതിലുമായി സഹകരിച്ച് ബന്ധപ്പെട്ട എല്ലാവർക്കും, പ്രത്യേകിച്ച് ഞങ്ങളുടെ വികാരിയച്ഛൻ ഇത് കൊണ്ടുവരാൻ വേണ്ടി നമുക്ക് വേണ്ടി തന്ന നമ്മുടെ വികാരിയച്ഛനെ ഒത്തിരി സ്നേഹത്തോടുകൂടി ഞാൻ സമർപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.